ഞാൻ പറഞ്ഞതുപോലെ ദിസ് ഇസ് എ മാൻഡേറ്ററി. ഇത് മാൻഡേറ്ററി ആണ്. IC01 പ്രിൻസിപ്പിൾസ് ഓഫ് ഇൻഷുറൻസ്. 11 പ്രാക്ടീസ് ഓഫ് ജനറൽ ഇൻഷുറൻസ്. പ്രാക്ടീസ് ഓഫ് ജനറൽ ഇൻഷുറൻസ്. ഓക്കെ, ഇതിന് പകരം വേറെ പുസ്തകം എടുക്കാം, പക്ഷെ ഇതും മാൻഡേറ്ററി ആണ് എന്ന് മാത്രം. മോസ്റ്റ്ലി നമ്മൾ ഇന്ത്യക്കാർ എസ്പെഷ്യലി കേരളക്കാരെല്ലാം എടുക്കുന്നത് IC11 പ്രാക്ടീസ് ഓഫ് ജനറൽ ഇൻഷുറൻസ്. ബട്ട് ദീസ് തിങ്സ്, ഈ പുസ്തകം IC01 പ്രിൻസിപ്പിൾസ് ഓഫ് ഇൻഷുറൻസ്, അധികം കട്ടിയൊന്നുമില്ല, പക്ഷെ ഇത് മാൻഡേറ്ററി ആണ്, എല്ലാം കൂടെ കോമൺ ആയിട്ടുള്ളതാണ്. 72 മോട്ടോർ ഇൻഷുറൻസ്. ഇത് മോട്ടോറിന് എടുക്കണമെന്നില്ല, ഇതൊരു ചോയ്സ് ആണ്. വേറെ പലതും എടുക്കാം നിങ്ങൾക്ക്. മറൈൻ എടുക്കാം. ഇപ്പൊ നോൺ മോട്ടോറിലെ ആൾക്കാർ ഇൻഷുറൻസ് കമ്പനിയിൽ വർക്ക് ചെയ്യുന്നെങ്കിൽ ആരും മോട്ടോർ എടുക്കാൻ സാധ്യതയില്ല. മോട്ടോർ ഡിപ്പാർട്ട്മെന്റിലുള്ളവർക്ക് ഇത് ഇസ് വെരി ഗുഡ്. പക്ഷെ ഇത് പേജസ് കൂടുതലുണ്ട്. ഈ കാണുന്ന ഈ രണ്ട് പുസ്തകത്തിലൂടെ കീനോട്സ് ഉണ്ടാവും, ചെറിയ ചെറിയ കീനോട്സ്. ഇതാണ് സംഭവം. ഇതാണ് കീനോട്സ്. മോട്ടോറിൽ അതില്ല, അതൊരു ചോയ്സ് ആണല്ലോ. ഓക്കെ, പിന്നെ ഞാൻ പറഞ്ഞില്ലേ, നാട്ടിൽ CBSE സിലബസ്, O ലെവൽ, നമ്മുടെ അതുകൂടാതെ കേരളത്തിലെ കേരള സിലബസ്, ഇംഗ്ലീഷ് മീഡിയം, ഇതൊക്കെ പഠിച്ചവർ ഔട്ട് ഓഫ് 100 22 മാർക്സ് മാത്രം വാങ്ങിക്കുന്നവരുണ്ട്. എന്നാൽ മലയാളം മീഡിയം പഠിച്ചവർ ഫസ്റ്റ് ചാൻസ് സെക്കൻഡ് ചാൻസ് പാസ്സാവുന്നുണ്ട്. നമ്മൾ UA ആണെങ്കിൽ CII UK ബേസിൽ അതിലൂടെ ട്രെയിനിങ് കൊടുക്കുന്നുണ്ട് ഇവിടെ പല സ്ഥലങ്ങളിലും. ഇവിടെയുള്ള ആൾക്കാർക്ക് അത് ഫ്രീ ഓഫ് കോസ്റ്റ് ആയതിൻ്റെ പേരിൽ അവർക്ക് സുഖമായിട്ട് എക്സാം ഫീയും എല്ലാം അവർക്ക് ഫ്രീ ആണല്ലോ. നമ്മളാ കുറച്ച് എമൗണ്ട് കൂടുതൽ വരും. പക്ഷേ ഇന്ത്യൻ തന്നെ ഇവിടെ ആരും എക്സാമിനേഷൻ കൊടുക്കില്ല. മുമ്പൊരു പഞ്ചാബ് ഉണ്ടായിരുന്നു, ഞാൻ കേട്ടിട്ടുണ്ടായിരുന്നു. പുള്ളി അങ്ങനെ ഹൗ ടു ലേൺ, ഹൗ ടു എക്സാം ഇത് ചെയ്യുക എന്നൊക്കെ പഠിപ്പിക്കുന്ന ഒരു പഞ്ചാബ് ഉണ്ടായിരുന്നു. ചെറിയ തുച്ഛമായ എമൗണ്ടിന് പുള്ളി ക്ലാസ് എടുക്കുന്നത്. പുള്ളി പതൊക്കെ വിഭാഗം പുള്ളി പഞ്ചാബിലുള്ളത്, എന്താ സ്വന്തം വേറെ എന്തൊക്കെ ബിസിനസ്. പക്ഷേ എൻ്റെ അറിവിൽ കാലിക്കറ്റിൽ ഒരു ഗവൺമെന്റ് സർവീസ് ജോലി ചെയ്യുന്നതാണ് മിസ്റ്റർ ഗോവിന്ദ് മേനോൻ. പുള്ളി അഫോർഡബിൾ പ്രൈസിൽ ക്ലാസ് എടുത്ത് കൊടുക്കുന്നുണ്ട്. ഓക്കെ, അപ്പോൾ നമുക്ക് ഏകദേശം ഒരു ഇൻകേസ് എക്സാം പാസ്സായില്ലെങ്കിലും ഇതിനെപ്പറ്റി ഒരു ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ കിട്ടും. അങ്ങനെ ഉണ്ടല്ലോ, എല്ലാത്തിനെ കുറിച്ച് പഠിക്കൽ നല്ലതല്ല. അപ്പോൾ ഈ പ്രായത്തിൽ നിന്നാണ് പഠിക്കുന്നത്. അതിപ്പോൾ ഉണ്ടല്ലോ, ഇപ്പോൾ അബ്ദുൾ സമദ് സമദാൻ എത്രയോ പ്രായമായിട്ടാണ് അഡ്വക്കേറ്റ് കോഴ്സ് ചെയ്തത്. പഠിത്തത്തിന് അങ്ങനെ പ്രായമൊന്നുമില്ല. ഓക്കെ, ഹായ്, ഞാൻ റഫീഖ് വടകര, അബുദാബിയിൽ സംസാരിക്കുന്നു. ഞാനിപ്പോൾ പറയാൻ പോകുന്നത് നിങ്ങൾക്കെല്ലാവർക്കും ഉപകാരപ്പെട്ട ഒരു കോഴ്സിനെ കുറിച്ചാണ്. ഞാനടക്കം നമ്മൾക്കെല്ലാവർക്കും ഉപകാരപ്പെട്ട ഒരു കോഴ്സിനെ കുറിച്ചാണ്. ഇൻഷുറൻസ് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഇന്ത്യ, ത്രിബിൾ. ഓക്കെ, അതായത് ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നത് ത്രിബിൾ എന്ന് പറയുന്നൊരു എക്സാമിനെ കുറിച്ചാണ്. അതായത് ഞാൻ ഫസ്റ്റ് ഓഫ് ഓൾ ഞാൻ പറയാം, ഞാനൊരു ഇൻഷുറൻസ് കമ്പനി വർക്ക് ചെയ്യാണ്. കുറച്ച് പേർക്കും അറിയാം, ആസ് എ മോട്ടോർ അണ്ടർറൈറ്റർ ആയിട്ട്. ഈ ഇൻഷുറൻസ് ഫീൽഡ് വർക്ക് ചെയ്യുന്നവർക്ക് വളരെ ഉപകാരപ്രദമായ ഒരു കാര്യമാണ് ഞാൻ പറയാൻ പോകുന്നത്. ഒരു എക്സാമാണ്, ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ടിന്റെ ഇന്ത്യ ബേസ്ഡ് എക്സാമാണ്. ഇത് ഇന്ത്യക്കാർക്ക് മാത്രമല്ല, മ്യാൻമാർ, അതുപോലെ തന്നെ ബംഗ്ലാദേശ്, നേപ്പാൾ, ഭൂട്ടാൻ, അങ്ങനെയുള്ള കുറച്ച് കൺട്രീസിനൊക്കെ എഴുതാൻ പറ്റുന്നുണ്ട്. പാകിസ്ഥാൻ സ്റ്റോപ്പ് ചെയ്തെന്നാണ് ഞാൻ അറിഞ്ഞിരിക്കുന്നത്. പക്ഷെ പാകിസ്ഥാനിലേക്ക് കുഴപ്പമില്ല, അവർക്ക് UK ബേസിൽ വേറൊന്നുണ്ട്, CII എന്ന് പറയും. അത് കുറച്ച് കോസ്റ്റ്ലി ആണ്. ചിലർ പറയുന്നത് അതാണ് ഈസി എന്ന്, ചിലർ പറയുന്നത് അതാണ് വെരി ഡിഫിക്കൽട്ട് എന്ന്. ഏതായാലും ഞാൻ പറയാൻ പോകുന്നത് ത്രിബിൾ എന്ന് പറയുന്ന എക്സാമിനെ കുറിച്ചാണ്. നമ്മള് ഹസ്ബൻഡ്മാർ, ഡോക്ടേഴ്സ്, എഞ്ചിനീയേഴ്സ്, ടീച്ചേഴ്സ്, അങ്ങനെ വേണ്ട പ്രൊഫഷണൽ ഉണ്ടാവും. അല്ലെങ്കിൽ നേരെ തിരിച്ചുമാവാം. വൈഫുമാര് ചില ജസ്റ്റ് ഒരു അക്കാഡമിക് ക്വാളിഫിക്കേഷൻ കഴിഞ്ഞ് എവിടെയെങ്കിലും ജോലി ചെയ്യുന്നുണ്ടാവും, അല്ലെങ്കിൽ ജോലി ചെയ്യുന്നുണ്ടാവില്ല, ഹൗസ് വൈഫായിട്ട് ഇരിക്കായിരിക്കും. അവരെ സംബന്ധിച്ചോളം വളരെ
ഉപകാരപ്രദമാണ്. എന്ന് വെച്ചാൽ അവരെന്ത് ചെയ്തറിയോ, ഈ ഒരു എക്സാം അറ്റൻഡ് ചെയ്ത് കഴിഞ്ഞാൽ ഈവൻ ദോ സീറോ അബൌട്ട് ദ ഇൻഷുറൻസ് ദേ വിൽ ഗെറ്റ് ദ ജോബ്. അതായത് ഓപ്പർച്യൂണിറ്റീസ് കൂടുതലാണ്. കാരണം ഈ ഒരു എക്സാം കഴിഞ്ഞ് കഴിഞ്ഞാൽ എന്ന് വെച്ചാൽ നാട്ടിൽ നിന്ന് കുറെ ഇങ്ങനെ കോഴ്സുകൾ കഴിഞ്ഞ് ഇങ്ങനെ സർട്ടിഫിക്കറ്റ് കാണിച്ചു കൊടുത്താൽ ഇവിടെ ചില സമയങ്ങളിൽ ഒരു കടലാസിന്റെ വില പോലും പിന്നെ ചില ആൾക്കാർ കൽപ്പിക്കില്ല. പക്ഷെ ഇവിടെ ജോലി ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ എക്സ്പീരിയൻസ് ആയ ഒരാൾക്ക് ഈ ഒരു സർട്ടിഫിക്കറ്റ് വളരെ വാല്യുബിൾ ആണ്. കാരണം ഈയിടെ എൻ്റെ ഒരു ഫ്രണ്ട് മിസ്റ്റർ വിനോദ്, ഒരു മലപ്പുറമുള്ള ആളാണ്, പുള്ളി സെയിൽസ് വർക്ക് ചെയ്യുന്ന ആളാണ്. പുള്ളി എന്നോട് പറഞ്ഞത്, പിന്നെ പുള്ളിയാണെങ്കിൽ പുള്ളിയുടെ വൈഫ് കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയുടെ അസിസ്റ്റന്റ് പ്രൊഫസറൊക്കെയാണ്. പുള്ളി എന്നോട് പറഞ്ഞത്, പുള്ളി ഈ കോഴ്സ് കഴിഞ്ഞില്ല, പക്ഷെ കഴിഞ്ഞവരെ സംബന്ധിച്ചോളം പ്രത്യേകിച്ച് കാര്യങ്ങളൊന്നും അറിയില്ല. നിന്നെപ്പോലെ എന്നെപ്പോലുള്ളവർക്ക് എക്സ്പീരിയൻസ് ഉണ്ടാവും, പക്ഷേ അവരുടെ സർട്ടിഫിക്കറ്റിന് വാല്യൂ ഉണ്ട് എന്നാ പറഞ്ഞത്. അവർക്ക് ചിലപ്പം ഇൻഷുറൻസ് കുറിച്ച് ഒന്നും അറിയില്ല, എന്നിരുന്നാലും ഈ സർട്ടിഫിക്കറ്റ് ഉണ്ടെങ്കിൽ വളരെ വാല്യൂ ആണ്. ഇതിന് വേണ്ടതെന്ന് വെച്ചാൽ നമ്മൾ ഇതിന്റെ വെബ്സൈറ്റിൽ പോയിട്ട് ആദ്യം രജിസ്റ്റർ ചെയ്യാം. ഒരു ID ഒരു പാസ്വേഡും ക്രിയേറ്റ് ചെയ്തുകൊണ്ട് രജിസ്റ്റർ ചെയ്യാം. അതിനുശേഷം ഒരു നമ്മൾ എന്ത് ചെയ്യുക, എക്സാമിനേഷന്റെ ഫീ അടക്കാം. അപ്പൊ ഇവിടുന്നാണ് നമ്മൾ എക്സാം ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. ഫസ്റ്റ് ഓഫ് ഓൾ ഒരു കാര്യം പറയാം, ഇവിടെ UAE സെൻട്രലില്ല, ഓൺലൈൻ ടെസ്റ്റ് ആയിരിക്കും. ഓൺലൈൻ എന്ന് പറയുമ്പോൾ നമ്മുടെ സിസ്റ്റം ഒരാഴ്ച മുമ്പ് IT പ്രൊഫഷണൽസ് എടുക്കും. എനി ടെസ്റ്റ് വഴി അറിയാലോ, എനി ടെസ്റ്റ് വഴി IT-ക്കാർ എടുക്കുന്നുണ്ടല്ലോ. എന്നിട്ട് നമ്മളെ എല്ലാം നോക്കും. മോക്ക് ടെസ്റ്റ് 2 hours ആണ്. 40-45 minutes എഴുതിയാൽ തന്നെ നമുക്ക് സിസ്റ്റത്തിന്റെ കാര്യങ്ങൾ അറിയാൻ പറ്റും. 45 എഴുതിയാൽ മതി. അതിനകത്ത് നമ്മുടെ സിലബസിന് വരണമെന്നില്ല, പലതും കയറി വരും. നമുക്കൊരു പ്രാക്ടീസിന് വേണ്ടി മാത്രം. ഈ മോക്ക് ടെസ്റ്റ് അറ്റൻഡ് ചെയ്താൽ മാത്രമേ മെയിൻ ടെസ്റ്റിന് അവർ അനുവദിക്കുള്ളൂ. ഇൻ കേസ് അവർ അനുവദിച്ചാലും അത് എസ് എ എക്സാമിന് അറ്റൻഡ് ചെയ്തതായിട്ട് കാണിക്കില്ല, അബ്സെന്റ് ആയിട്ട് കാണിക്കും. അത് നാട്ടിൽ പറ്റിയതാണെങ്കില്ല ഈ മോക്ക് ടെസ്റ്റ് ഉണ്ടാവില്ല, ഡയറക്റ്റ് അവർ തന്നെ പീസ് തരും, അവരിൽ പോയി നമുക്ക് എഴുതാൻ പറ്റും. ഇതാകുമ്പോൾ നമ്മളെ ലാപ്ടോപ്പ് കൊടുക്കണം. ബിക്കോസ് നമുക്ക് പെർട്ടിക്കുലർ ഏരിയ പറഞ്ഞാൽ നമ്മൾ എവിടുന്നാണോ മോക്ക് ടെസ്റ്റ് ചെയ്തത് അവിടുന്ന് തന്നെ മാത്രമേ നമുക്ക് ചെയ്യാൻ പറ്റും മെയിൻ എക്സാം എഴുതാൻ പറ്റുള്ളൂ. മോക്ക് ടെസ്റ്റ് എന്ത് വല്ല ഡൗട്ടും കാര്യമുണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, അവരോട് ചോദിക്കും, അവർ പറഞ്ഞുതരും. എക്സാമിനേഷൻ സമയത്ത് നമ്മൾക്ക് ടെക്സ്റ്റ് ബുക്കുകളോ ഒന്നും ഉപയോഗിക്കാൻ പറ്റില്ല. മാക്സിമം അവർ അലോ ചെയ്യുന്നത് കുറച്ച് കാൽക്കുലേഷൻ്റെ ഒരു 4-5 ക്വസ്റ്റ്യൻസ് വരും. കാൽക്കുലേറ്റർ വെക്കാൻ പറ്റും, അതും നോർമൽ കാൽക്കുലേറ്റർ ആണ്. കൂടുതൽ ഫെസിലിറ്റീസ് ഒന്നും ഉള്ളത് വെക്കാൻ പറ്റില്ല. ഒരു റഫ് പേപ്പറും വെക്കാം, വേറൊന്നുമില്ല. നമ്മളെ നെക്ക് ഇങ്ങനെ സ്ട്രെയിറ്റ് ആയി പിടിക്കണം. അങ്ങോട്ടും ഇങ്ങോട്ടും മൂവ് ആയി കഴിഞ്ഞാൽ ഡിസ്ക്വാളിഫൈഡ് ആണ്. അവിടെ ഇങ്ങനെ എഴുതി കാണിക്കും ഹ്യൂമൻ എറർ എന്ന്. ഫാസ്റ്റ് റീഡിംഗ് ആണ് ഇതിനകത്ത് മെയിനായിട്ട് വേണ്ടത്. ഇത് നാട്ടിൻപുറത്ത് മലയാളം മീഡിയം പക്ക മലയാളം മീഡിയം പഠിച്ച ആൾക്കാരൊക്കെ ഫസ്റ്റ് ചാൻസിന് പാസ്സാകുന്നുണ്ട്, അല്ലെങ്കിൽ സെക്കൻഡ് ചാൻസിന് പാസ്സാകുന്നുണ്ട്. എന്നാൽ CBSE സിലബസ് ഓലവരൊക്കെ പഠിച്ചവരൊക്കെ ഔട്ട് ഓഫ് 100 വാങ്ങിയിട്ട് സ്ഥലത്ത് 20-23 മാർക്ക് വടിയായിട്ട് ഫെയിൽ ആയ ആൾക്കാരുണ്ട്, എന്നാൽ പാസ്സായവരുണ്ട്. ഇതൊക്കെ ഒരു ആ സമയത്ത് ഒരു ടൈമിംഗ് ആയിരിക്കും. ഔട്ട് ഓഫ് 100 60 മാർക്കാണ് വേണ്ടത്. 5 ആൻസർ ഉണ്ടാവും, അതിൽ വരണം കുത്തി കൊടുക്കാൻ. അപ്പോ ഇത് പാസ്സായി കഴിഞ്ഞാൽ ഇത് വാല്യബിൾ ആണ്. ചില ആൾക്കാർ ഫെലോഷിപ്പ് വരെ പോകുന്നവരുണ്ട്. പ്രിൻസിപ്പിൾസ് ഓഫ് ഇൻഷുറൻസ് IC01 ഇത് മാൻഡേറ്ററി ആണ്, എല്ലാവർക്കും മാൻഡേറ്ററി. ഇതിന്റെ ബേസിക് ആണ്. എക്സാം നമുക്ക് ഏതാണ് നമുക്ക് ഈസി തോന്നുന്നത്. ഇപ്പൊ നമ്മളിപ്പോ ഞാനൊക്കെ മോട്ടോർ ഉണ്ടായിട്ടാണെന്ന പേരിൽ നമുക്ക് മോട്ടോർ ഈസി ആണെന്ന് തോന്നുകയാണെങ്കിൽ കുറച്ച് പേജസ് കൂടുതലെങ്കിലും അതുമാണ് ആദ്യം ചെയ്തത്. പക്ഷേ ഇതൊരു ചോയ്സ് മാത്രമാണ്, മാൻഡേറ്ററി അല്ല. IC72 ഞാൻ പറഞ്ഞല്ലോ, അതായത് ഇവിടുന്നാണ് നമ്മുടെ എക്സാം എഴുതാൻ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ ഇങ്ങനെ മോക്ക് ടെസ്റ്റും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. നമ്മുടെ സ്ട്രെയിറ്റ് ആയിട്ട് നമ്മുടെ നെക്ക് നമ്മുടെ കഴുത്ത് പിടിക്കണം. അതുമാത്രമല്ല എക്സാമിനേഷൻ ഫീയും കുറച്ച് കൂടുതലായിരിക്കും അബ്രോഡ് ആകുമ്പോൾ. അപ്പോൾ ചോദിക്കും നമ്മൾ നാട്ടിൽ പോകുമ്പോൾ ടിക്കറ്റിനൊക്കെ പൈസ വേണ്ടേ, അത് വേറെ കാര്യം. നമ്മളിപ്പോൾ ഒരു ഫ്ലൈറ്റിന് ടിക്കറ്റ് വേണം, നമ്മൾക്ക് ലീവുള്ള സമയത്താണെങ്കിൽ ഓക്കെ, അല്ലെങ്കിൽ നമ്മൾ സ്പെഷ്യൽ ലീവ് എടുക്കണം, എമർജൻസി ലീവ്.
ചിലപ്പോൾ നമ്മൾ കമ്പനി ടിക്കറ്റ് ഉണ്ടെങ്കിൽ ഓക്കെ. പക്ഷെ നാട്ടിലാകുമ്പോൾ നമുക്ക് എത്തിയാൽ നമ്മൾ സാധാരണ ഒരു എക്സാം അറ്റൻഡ് ചെയ്യുന്നില്ലേ, അക്കാഡമിക് കോഴ്സ് അറ്റൻഡ് ചെയ്യില്ലേ എന്ന് പറയുന്നത് പ്രൊഫഷണൽ ആണെങ്കിലും നമ്മൾ ഫിസിക്കലാണ്. നമ്മൾക്ക് അവർ പി സി തരും. നാട്ടിലേതെങ്കിലും സ്കൂളുകളിലോ അതും അല്ലെങ്കിൽ ഏതെങ്കിലും കമ്പ്യൂട്ടർ സെൻറ്ററിലൊക്കെ ആയിരിക്കും സെൻറ്റർ ഉണ്ടാവുക. ഓക്കെ, ഏതുവേണം ചെയ്യാം. പക്ഷേ മോസ്റ്റ്ലി ഇപ്പോൾ ആൾക്കാരൊക്കെ ഇന്ത്യയിൽ പോയിട്ടാണ് എക്സാം എഴുതുന്നത്. ഇത് കുറച്ച് ഡിഫിക്കൽട്ടാവും. ഒന്ന് നെക്ക് അങ്ങോട്ട് കൊണ്ട് തിരിക്കാൻ പറയാൻ പറ്റില്ല. ചെറുതായിട്ടൊന്ന് നമ്മുടെ സ്വരം നമ്മളിപ്പോൾ ഉദാഹരണത്തിന് എന്നെ സംബന്ധിച്ചോളം ഒരു ക്വസ്റ്റ്യൻ ഇതിൻ്റെ ആൻസർ 5 തവണ വായിക്കും അറിയാമെന്ന് എന്ത് ചെയ്യും, ലിപ്പും കുറച്ചൊന്ന് വോളിയം കൂട്ടിപ്പോകും. കാരണം അത് ഏതാണെന്ന് ഉറപ്പിക്കാൻ വേണ്ടി ഇങ്ങനെ നമ്മൾ പഠിച്ചേക്കും കേട്ടോ വായിച്ചൊക്കെ ഓർമ്മ കിട്ടാൻ വേണ്ടി നമ്മളങ്ങനെ ചെയ്യല്ലോ. അപ്പം എന്ത് ചെയ്യൂ, സ്വരം വരും. അപ്പം നമ്മൾ അതിൻ്റെ അർത്ഥം നമ്മളെ ആരെയും ഹെൽപ്പ് ചെയ്യുന്നുണ്ട് എന്നൊക്കെയാണ്. നമ്മളെ ഒരാൾ മോണിറ്റർ ചെയ്യും, ഒരു പ്രൊക്ടർ ഉണ്ടാവും. നമ്മൾ വീഡിയോ കാണിക്കണം. വീഡിയോ കാണിക്കാതിരുന്നാൽ ഡിസ്ക്വാളിഫൈഡ് ആണ്. പിന്നെ നമ്മൾ ഫോട്ടോ വരും. ഫോട്ടോ ചിലപ്പം ഈ കമ്പ്യൂട്ടറിലെ നെറ്റിൻ്റെ എറർ ഉണ്ടാകുമ്പോൾ പോയി വന്ന് കളിക്കും. പക്ഷേ വീഡിയോ മാൻഡേറ്റ് കമ്പൾസറി ആയിട്ട് ഇങ്ങനെ കാണിക്കണം. ഒരു സൈഡിൽ ഇങ്ങനെ വരും. വീഡിയോ ഒക്കെ വന്നാൽ മാത്രമേ നമ്മൾ എക്സാമിനേഷൻ സ്റ്റാർട്ട് ചെയ്താൽ 2 hours ആണ്. ഫാസ്റ്റായിട്ട് എഴുതണം. അറിയാമെന്നൊക്കെ ആദ്യം എഴുതുക. അല്ലെങ്കിൽ എന്ത് ചെയ്യുമ്പോൾ ആ 2 hours പോകുന്നത് അറിയില്ല. പിന്നെ ഇതിന് വേറൊന്നും വെച്ചാലേ നെഗറ്റീവ് മാർക്സ് ഒന്നുമില്ല. അങ്ങനൊരു ഗുണമുണ്ട് അതിന്. ഉള്ള മാർക്ക് അവർ തരും. 100 ഉണ്ടെങ്കിൽ 100 മാർക്കിന് ഔട്ട് ഓഫ് 100 60 മാർക്ക്. 50 ചെയ്തില്ലെങ്കിൽ 15. ഇപ്പോൾ 59 ആണ് നിങ്ങളെ ശരി ആൻസർ ഉണ്ടെങ്കിൽ 59 ആണ്. 60 ആണ് 60. 80 ഒക്കെ ഓടിച്ചാൽ ഡിസ്റ്റിങ്ഷനാണ്. ഞാൻ പറഞ്ഞില്ലേ ഇതില് IC01 പ്രിൻസിപ്പിൾസ് ഓഫ് ഇൻഷുറൻസ് ഇത് മാൻഡേറ്ററി ആണ്. ബാക്കിയിലെല്ലാം ചോയ്സ് ആണെന്ന് പറയില്ലേ. അതായത് ചിലപ്പോൾ നമുക്ക് മോട്ടോർ എടുക്കാം അല്ലെങ്കിൽ വേറെ എല്ലാം എടുക്കുക. ഇപ്പം ഉദാഹരണത്തിന് ആൾക്കാർക്ക് നോൺ മോട്ടോറാണ് കൂടുതൽ വർക്ക് ചെയ്യുന്നെങ്കിൽ ഇപ്പം എനിക്ക് തോന്നുന്നു കുറച്ചും കൂടെ ഈസി ചെയ്ത് മറൈൻ ഇൻഷുറൻസ് അങ്ങനെ ഉണ്ട്. ഏത് വേണം നമുക്ക് ചെയ്യാനുണ്ട്. ചോയ്സ് എന്ന് പറയുമ്പോൾ ഇതിപ്പം ലൈസൻസിന്റെ കാര്യമാണ് പറയുന്നത്. ലൈസൻസ് കഴിഞ്ഞിട്ട് ലൈസൻസിയേറ്റ്, അസോസിയേറ്റ്, ഫെലോഷിപ്പ്. ലൈസൻസിയേറ്റ്, അസോസിയേറ്റ്, ഫെലോഷിപ്പ്. എന്റെ അറിവില് അസോസിയേറ്റ് വരെ പോയ ആൾക്കാരുണ്ട് ഇവിടെ യുഎയിലും നാട്ടിലൊക്കെ ആയിട്ട്. ഫെലോഷിപ്പ് ഉണ്ട്, റയറാ. ഫെലോഷിപ്പ് കിട്ടി കഴിഞ്ഞാൽ പിന്നെ ഒന്നും പറയണ്ട, ടോപ്പ് ലെവലാണ്. ഡിഗ്രി ഓർഡർ ആയിട്ട് ഹൗസ് വൈഫായിട്ട് ജീവിക്കുന്നില്ലേ, അവർക്ക് മെല്ലെ പയ്യെ ഓരോ പേപ്പറായിട്ട് 2 പേപ്പേഴ്സ് ആയിട്ട് ഇങ്ങനെ എഴുതിയെടുക്കാം. ലൈസൻസിന്റെ കിട്ടുക, പിന്നെ അസോസിയേറ്റ്, ഫെലോഷിപ്പ്. ഫെലോ ഒന്നും വേണമെന്നില്ല, ജസ്റ്റ് ലൈസൻസിയേറ്റ് മതി. നല്ല വിലയാണ് ഇതിന്.